ഹലോ, തിരുവാതിര നോയമ്പ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തിൽ തിരുവാതിര കളി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു നടുവേദന ഉണ്ടായിരുന്നു. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൂടി വന്നു. തിരുവാതിരയ്ക്ക് പോകണല്ലോ എന്ന് കരുതിയിട്ട് പെയിൻ കില്ലർ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ വയറുവേദനയും ഗ്യാസിന്റെ പ്രോബ്ലം ആയിട്ട് അപ്പം എല്ലാതും പാടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഈ ഒരു ദിവസം. ആ ഒരു സങ്കടം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് മരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പെയിൻ കില്ലർ അല്ലേ, ഒരു ഏകദേശം ഒരു 1 hour ആകുമ്പോഴേക്കും എൻ്റെ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനപ്പ ഇതൊക്കെ ഇവിടെ പറയുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? നമുക്ക് വേദനകളും വയ്യായികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മളുടെ സന്തോഷങ്ങൾ ചെയ്യുക എന്നുള്ളൊരു പോളിസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. കാരണം നമുക്ക് എന്തെങ്കിലും വയ്യ എന്ന് കരുതിയിട്ട് നമ്മളൊന്നും മാറ്റി വെക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞതല്ല, വയ്യെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുത്. തിരുവാതിര എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് പേര് കളിക്കുന്നില്ലേ. ഇപ്പം ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ വന്ന് തൊഴുതു. പിന്നെ തിരുവാതിര നല്ല രീതിയിൽ കളിക്കാൻ തന്നെ പറ്റിയിട്ടോ. എന്തോ ഭാഗ്യം, ഒന്നും ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കളി തിരുവാതിര എന്ന് പറഞ്ഞാൽ പോരാ, ഫ്യൂഷൻ എന്നൊക്കെ പറയാട്ടോ. നല്ലൊരു ടൈപ്പ് ഓഫ് തിരുവാതിരയാണ് ഇത്. ഇന്നിപ്പോൾ ഈ അമ്പലത്തിൽ തിരുവാതിര മഹോത്സവമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 8 തിരുവാതിര കളി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഓരോ വെറൈറ്റി ആയിരുന്നു. നമ്മുടെ തിരുവാതിരയ്ക്ക് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. ഉണ്ണിക്കുട്ടനാണ് എനിക്ക് ഭക്ഷണമൊക്കെ എടുത്തു തന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ടീമും കേട്ടോ. ഇപ്രാവശ്യം എല്ലാവരും ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. തിരുവാതിരക്കയിൽ മാത്രമല്ലേ കാണിക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരുടെയും തിരുവാതിര ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.